നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വീണ വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഭരിക്കാമെന്നത് BJPയുടെ അതിമോഹമാണെന്ന് പിണറായി വിജയൻ. പ്രതിരോധ മന്ത്രി AK ആന്റണിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പ്രവാസികാര്യമന്ത്രി വയലാർ രവി. അപ്പ് ആൻഡ് ഡൗൺ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന പാലം കുട്ടനാട്ടുകാർക്ക് കൗതുകമാവുന്നു. വാർത്തകൾ വിശദമായി. കോൺഗ്രസിനെയും BJPയെയും ഒഴിവാക്കാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യ ഭരിക്കാമെന്നത് BJPയുടെ അതിമോഹം മാത്രമാണ്. കോൺഗ്രസ് ജനങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മൂന്നാം ബദൽ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ലെങ്കിലും രാജ്യത്തെ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന ഒരു ബദൽ സംവിധാനം രൂപപ്പെടും. അതിന്റെ ശുഭസൂചനകൾ കണ്ടു തുടങ്ങുന്നുണ്ട്. മതനിരപേക്ഷ ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി പിണറായി വിജയൻ നയിക്കുന്ന ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് നെടുമുടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഒരു ഭാഗത്ത് കോൺഗ്രസ് ഒറ്റപ്പെടുന്നു, വലിയ അവകാശവാദവുമായി വന്ന BJP വൻതോതിൽ ഒറ്റപ്പെടുന്നു. ഇവിടെ ഇന്ന് നാം സംസാരിക്കുമ്പോൾ വലിയ തോതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് പ്രഖ്യാപനങ്ങൾ. ഒന്ന്, CPIM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് നടത്തിയ പ്രഖ്യാപനമാണ്. അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതും ശ്രദ്ധിക്കേണ്ടതുമാണ് ബീഹാറിൽ നിന്ന് നിതീഷ് കുമാർ നടത്തിയുള്ള പ്രഖ്യാപനം. ഇതോടൊപ്പം തന്നെ വന്നിട്ടുള്ള വാർത്തയുമുണ്ട്. നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം അഖിലേന്ത്യാ തലത്തിൽ ഉയർന്നു വരുന്നുവെന്നാണ് ഇവരുടെ പ്രഖ്യാപനങ്ങളും വന്ന വാർത്തയും തെളിയിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഈ രണ്ടു കൂട്ടർക്കും ജയിച്ചു വരാനുള്ള യാതൊരു സാഹചര്യവും രാജ്യത്ത് നിലനിൽക്കുന്നില്ല. കോൺഗ്രസ് BJP ബദൽ സംവിധാനത്തിന് പകരമായി സിംഹഭാഗം സംഭാവന ചെയ്യാൻ കേരളത്തിന് കഴിയുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ 126 കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മാർച്ച് 26-ന് കോഴിക്കോട് സമാപിക്കും. നെടുമുടിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ജാഥയെ വരവേൽക്കാൻ ആയിരങ്ങൾ വഴിയോരത്ത് കാത്തുനിന്നു. വഴിയോരത്ത് കാത്തുനിന്ന വീട്ടമ്മമാരെയും കുട്ടികളെയും കൈവീശി അഭിവാദ്യം ചെയ്താണ് ജനനായകന്മാർ സമ്മേളന വേദിയിലേക്ക് എത്തിയത്. PB അംഗം കോടിയേരി ബാലകൃഷ്ണൻ, CK സദാശിവൻ MLA, പ്രതിഭ ഹരി, ഇളമരം കരീം, കുട്ടനാട് MLA തോമസ് ചാണ്ടി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാർ രവി. TP ചന്ദ്രശേഖരൻ വധക്കേസ് CBI അന്വേഷണം വേണമെന്ന KK രമയുടെ ആവശ്യം ഗവൺമെന്റ് പരിഗണിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ മുതൽ KK രമ നിരാഹാരത്തിൽ പോവാണെന്നാണ് തിരുവനന്തപുരത്തേക്ക്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് ഇതോടെ തന്നെ CBI അന്വേഷണത്തിനുള്ള നടപടികൾ വൈകിയെന്നാണ് പറയുന്നത്. എന്താണ് ഇത് ശരിക്കും സംഭവിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. ഞാൻ അഭ്യന്തരമന്ത്രി അല്ലാത്തത് കൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന്. പക്ഷേ പത്രത്തിൽ വായിച്ചു, നിങ്ങളെ ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. നടക്കുന്നതിന് പറയാൻ പറ്റില്ല. പക്ഷേ രമ, അദ്ദേഹത്തിന്റെ ഭാര്യ രമ പറഞ്ഞ കാര്യത്തെ വളരെ ഗൗരവത്തോടെ തന്നെ ഗവൺമെന്റ് കണക്കിലെടുക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം അവർ അതിൻ്റെ അകത്ത് അനുഭവിച്ച സ്ത്രീയാണ്. ഭർത്താവിന്റെ മരണം കൊണ്ട് ദുഃഖിക്കാൻ അനുഭവിക്കാൻ സ്ത്രീയാണ്. ആ നിലയിൽ അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം ഗവൺമെന്റ് കൊടുക്കാറുണ്ട്, കൊടുക്കുന്ന എന്റെ വിശ്വാസം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ AK ആന്റണിയും വയലാർ രവിയും പോലുള്ള സീനിയർ നേതാക്കൾ ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് അതിനകത്ത്? അത് നിങ്ങൾ പത്രക്കാരുണ്ടാക്കിയല്ലോ, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക, നല്ല കാര്യം. പക്ഷെ ഞങ്ങളത് മത്സരിക്കുന്നില്ല. ഞാൻ മത്സരിക്കുന്നില്ല, ആന്റണിയും മത്സരിക്കുന്നില്ല. സാധാരണ സീനിയർ ലീഡേഴ്സൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് സാധാരണ മത്സരിക്കാറില്ല. അല്ല, ഒരു കാര്യം പറഞ്ഞേക്കാം, പാർട്ടി വന്നാൽ എന്ത് ജോലിയും ചെയ്യുന്നവരാണ് ഞങ്ങളെല്ലാം.
മനസ്സിലായില്ലേ? അതുകൊണ്ട് പക്ഷേ മത്സരിക്കുന്നതിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല, അങ്ങനത്തെ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. പക്ഷെ പാർട്ടി പറയുന്ന ഏത് ജോലിയും ചെയ്യും. AK ആന്റണി ഉൾപ്പെടെയുള്ളവർ മത്സര രംഗത്തുണ്ടാവില്ല. എന്നാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ എന്തിനും തയ്യാറാകുമെന്നും വയലാർ രവി പറഞ്ഞു. റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന പാലം നാട്ടുകാർക്ക് കൗതുകമാകുന്നു. എടത്വ പഞ്ചായത്ത് കൈതമുക്കിൽ വലിയപറമ്പ് ഔസേപ്പച്ചന്റെ വീട്ടിലാണ് അപ്പ് ആൻഡ് ഡൌൺ റിമോട്ട് കൺട്രോൾ പാലമുള്ളത്. പുളങ്കുന്ന മൂലേപ്പറമ്പിൽ മണിയപ്പനാചാര്യയുടെ കരവിരുതിൽ പണിത അപ്പ് ആൻഡ് ഡൌൺ റിമോട്ട് കൺട്രോൾ പാലം കുട്ടനാട്ടുകാർക്ക് കൗതുകമാകുന്നു. കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളിലായി 9ഓളം ഇരുമ്പ് പാലങ്ങൾ മണിയപ്പനാചാരി പണിതിട്ടുണ്ട്. എന്നാൽ ആദ്യമായാണ് പാലം റിമോട്ട് കൺട്രോളുമായി ബന്ധിപ്പിക്കുന്നത്. റിമോട്ട് കൺട്രോളുമായി ബന്ധിപ്പിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗൾഫിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്ന പുളുങ്കുന്ന് സ്വദേശി രതീഷാണ്. പഴയകാലത്ത് നിരവധി വള്ളങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്ന പാണൻതോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്താതെ വീട്ടിലേക്ക് പാലമൊരുക്കുക എന്ന ആഗ്രഹമാണ് ഈ പാലത്തിന് വഴിയൊരുക്കിയത്. വീടിന് സമീപത്തെ പാണൻതോട്ടിലെ നീരൊഴുക്കിന് തടസ്സമില്ലാതെ വീട്ടിലേക്കൊരു പാലമെന്ന ആശയമാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഈ വീട്ടുകാർക്ക് പ്രചോദനമായത്. ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം KCV വാർത്തകൾക്ക് വേണ്ടി ഹരീഷ് കൃഷ്ണൻ. കേരളത്തിലെ റേഷൻ റീറ്റെയിൽ വ്യാപാരികൾ ഫെബ്രുവരി 1 മുതൽ ഇന്റന്റോ സ്റ്റോക്കെടുപ്പ് ബഹിഷ്കരിച്ചു. 7-ന് കളക്ടറേറ്റ് പടിക്കൽ ധർണയും 15 മുതൽ കടകളടച്ച് അനിശ്ചിതകാല സമരവും നടത്തുമെന്ന് കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ചുള്ള പൌൾട്രി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 11 മുതൽ 13 വരെ ഇറച്ചിക്കോഴി വളർത്തലിലും 17 മുതൽ 19 വരെ മുട്ടക്കോഴി വളർത്തലിലും 24 മുതൽ 26 വരെ പശു വളർത്തലിലും പരിശീലനം നൽകും. താൽപര്യമുള്ള കർഷകർ സെൻട്രൽ ഹാച്ചറിയുമായി ബന്ധപ്പെടണം. ഔദ്യോഗിക ഭാഷ മലയാളം സംബന്ധിച്ച പത്തനംതിട്ട ജില്ലാതല യോഗം ഫെബ്രുവരി 11-ന് രാവിലെ 11-ന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേരും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ 2013 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ കൈകാര്യം ചെയ്ത ഫയൽ സംബന്ധിച്ച പുരോഗതി റിപ്പോർട്ട് സഹിതം പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി ഡിസംബറിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേളയിലെ മികച്ച സ്റ്റാളുകൾക്ക് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുന്നിട UP സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച നിത്യോപയോഗ സാധനങ്ങൾ അനാഥാലയത്തിലെ നിരാലംബരായ കുട്ടികൾക്ക് നൽകി മാതൃകയായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് CM ബുഷ്രയുടെ നേതൃത്വത്തിൽ അടൂർ ചേന്നമ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന വിവേകാനന്ദ ബാലാശ്രമത്തിനാണ് ഇവ നൽകിയത്. ചങ്ങനാശ്ശേരി ഫാത്തിമ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ വാർഷിക ദിനാഘോഷം നടന്നു. കേരള വനിതാ കമ്മീഷൻ ഡയറക്ടർ ജേക്കബ് ജോബ് കോളേജ് ഡേ ഉദ്ഘാടനം നടത്തി. നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ അടച്ചിട്ട മുറികൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലൊക്കെ പെരുമാറുന്നു. പക്ഷേ നിങ്ങളും ഞാനും ഒക്കെ ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്നതും അയക്കുന്നതും സംഭാഷണം നടത്തുന്നതും ഒക്കെ വേറെ പലരും കാണുകയും കേൾക്കുകയും ചെയ്യാം. ഇന്നലെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി തന്നെ അത് സൂചിപ്പിച്ചു. സോഷ്യൽ മീഡിയകളിലെ ദേശസുരക്ഷാ ഏജൻസികൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ അത്തരത്തിലുള്ള സംഭാഷണങ്ങളും സന്ദേശങ്ങളും ഒക്കെ നിങ്ങളോ നിങ്ങളുടെ മറുഭാഗത്തുള്ളവരോ മാത്രമാണ് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നത് എന്നൊരു വിദ്യാധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സമയം പണ്ടേ കഴിഞ്ഞു എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. കാരണം 1.25 വർഷം ഈ സംസ്ഥാനത്തിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ മേധാവി എന്നുള്ള നിലയിൽ ഞാൻ സംസ്ഥാനത്തെ സൈബർ ക്രൈം സെല്ലിന്റെ നോഡൽ ഓഫീസർ കൂടിയായി. ആ കാലങ്ങളിൽ കിട്ടിയ അനുഭവം അത് ഒരു വലിയ ദുരനുഭവമായിരുന്നു എന്നാണ് എനിക്ക് പിന്നീട് പലപ്പോഴും തോന്നിയത്. ഫാത്തിമ കോളേജ് പ്രിൻസിപ്പൽ ഉഷ മുഹമ്മദ് ഷാജി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മാതൃകാ അധ്യാപികയ്ക്കുള്ള അവാർഡ് ദാനവും മാതൃകാ വിദ്യാർത്ഥിക്കുള്ള അവാർഡ് ദാനവും നടന്നു. മുനിസിപ്പൽ കൌൺസിലർ നാജിയ നൌഷാദ് അവാർഡ് ദാനം നടത്തി. ഉദയഗിരി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നന്ദകുമാർ, MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ബേബി തോമസ് എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല.
ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കണ്ടങ്കരി ബസ് റൂട്ട് ഉദ്ഘാടനത്തിൽ നിന്ന് തോമസ് ചാണ്ടി MLA പിന്മാറി. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ മങ്കൊമ്പ്, ചമ്പക്കുളം, കണ്ടങ്കരി വഴി എടത്വ വരെയുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് നിർമ്മാണം പൂർത്തിയായിട്ട് 3 വർഷത്തിലേറെയായി. ഈ റോഡിലൂടെയുള്ള ഗതാഗതത്തിന് അനുമതി ലഭിച്ചിട്ടുമുണ്ട്. ഈ വിഷയം മുൻ ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പമ്പ ബസ് സർവീസിന് ശേഷം പുതിയ ബസ് അനുവദിക്കാമെന്നും ഉറപ്പു നൽകിയിരുന്നു. ചക്കുളത്തുകാവ് പൊങ്കാലയോടനുബന്ധിച്ച് ഈ റോഡിലൂടെ താൽക്കാലിക ബസ് സർവീസ് നടത്തിയപ്പോൾ ലാഭകരമായതിനാൽ ബസ് സർവീസ് ആരംഭിക്കണമെന്ന് ആലപ്പുഴ ATO അറിയിച്ചിരുന്നു. മന്ത്രിയും മറ്റുദ്യോഗസ്ഥരും അനുമതി നൽകിയിട്ടും ഇതുവഴി ഒരു ബസ് പോലും പോയിട്ടില്ല. MLAയുടെയും MPയുടെയും സമയം നോക്കി നാട്ടുകാരുടെ സമയം പോയതല്ലാതെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ബസ് റൂട്ടിന്റെ ഉദ്ഘാടനത്തിന് MLAയുടെയും MPയുടെയും ഒരുമിച്ചുള്ള സമയം നോക്കുന്നത് ഇനിയും ഏറെ കാലതാമസത്തിന് ഇടയാക്കുക തന്നെ ചെയ്യും. 3 വർഷമായി പൂർത്തിയായി കിടക്കുന്ന റോഡും ജനപ്രതിനിധികളുടെ സൗകര്യത്തിന് കാത്തുനിൽക്കുന്ന ബസും കണ്ടങ്കരിക്കാരുടെ സ്വപ്നത്തിൽ ഇന്നുമുണ്ട്. ജനപ്രതിനിധികളുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിവെക്കുന്ന ഉദ്ഘാടനം ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ്. കുട്ടനാട് താലൂക്ക് NSS വനിതാ യൂണിറ്റിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി ഏകദിന ശില്പശാല നടത്തി. ഞായറാഴ്ച നെടുമുടി വിദ്യാധിരാജ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല NSS കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി ദുഃഖങ്ങൾ നമ്മൾക്കുണ്ടാക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ കേൾക്കുവാൻ സാധിക്കുന്നു. നിങ്ങളെ വളരെ ഓമനിച്ച് താലോലിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ കഠിന പ്രയത്നം നടത്തി ആരോഗ്യവും ഒക്കെ നശിച്ചു പോകുന്ന അമ്മയോടും അച്ഛനോടും നിങ്ങൾ കാണിക്കേണ്ട പെരുമാറ്റങ്ങൾ, പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്നും ഇന്ന് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടും. വളരെയധികം പ്രതീക്ഷയോടുകൂടി പട്ടിണി കിടന്നും ഭാഗത്ത് പണിയെടുത്തുമൊക്കെ ഓരോ കുട്ടികളെയും രക്ഷകർത്താക്കൾ വളർത്തുന്നതാണ്. അവരുടെ ലക്ഷ്യം നിങ്ങൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുക. പഠിക്ക് നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ. വനിതാ യൂണിയൻ പ്രസിഡന്റ് പ്രസന്ന മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് D ഗോപാലകൃഷ്ണൻ നായർ, വനിതാ യൂണിയൻ സെക്രട്ടറി ശ്രീദേവി രാജു, യൂണിയൻ സെക്രട്ടറി D ഉണ്ണികൃഷ്ണൻ, ലളിതാഭായ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് NSS ഹിന്ദു കോളേജ് ഫിലോസഫി വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ T ഗീത, അഡ്വക്കേറ്റ് രമ മേനോൻ തുടങ്ങിയവർ ക്ലാസുകൾ നടത്തി. സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് 2014 മിത്രക്കരി ഈസ്റ്റ് LP സ്കൂളിൽ നടന്നു. ഡോക്ടർ കണ്ണൻ കമലാകരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ, ആരോഗ്യ രോഗങ്ങൾക്കെതിരെ ഇനിഷ്യേറ്റീവ് എടുത്തതിന് വളരെ സന്തോഷമുണ്ട് അറിയുന്നത്. കുറച്ച് കാലഘട്ടമായി നമ്മുടെ മുന്നിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഈ
പകർച്ചവ്യാധികളൊക്കെ ആയിരുന്നു, എലിപ്പനി, ഡെങ്കിപ്പനി, അതൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കൺട്രോൾ ആയിട്ടുണ്ട്. നമ്മളെ ജീവിതശൈലി ആയാലും ഗവൺമെന്റ് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കാണുന്നത് ഒരുപാട് പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 50% ആളുകളും കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നതും കൂടുതൽ കണ്ടുവരുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. അത് നമ്മുടെ തെറ്റായ ജീവിതശൈലിയോടും ആഹാര രീതികളോടും ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ക്ലബ് സെക്രട്ടറി അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. ഇതോടൊപ്പം ഡോക്ടർ കണ്ണൻ കമലാകരനെ ആദരിക്കൽ ചടങ്ങും നടന്നു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. 11ാം വാർഡ് മെമ്പർ ബോബൻ ജോസ്, ലൈല രാജു, വിനോദിനി കുഞ്ഞുമോൻ, ലിജുമോൻ വി എന്നിവർ സംസാരിച്ചു. നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാർക്ക് ശാസ്ത്രത്തെ പരിചയപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും പൊതുവിലും ശാസ്ത്രീയ അറിവുകൾ പകർന്നു നൽകുന്നതിനുമുള്ള സംവിധാനമാണ് കേരള സയൻസ് സിറ്റി എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പറഞ്ഞു. സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി നടത്തുന്ന വായ്പാമേളയും ബോധവൽക്കരണ സെമിനാറും സംസ്ഥാന വനം, പരിസ്ഥിതി, ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം DC ബുക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ ചെയർമാൻ മോഹൻ ശങ്കർ അധ്യക്ഷത വഹിച്ചു. ചങ്ങനാശ്ശേരി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരിൽ നിന്ന് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിലെ സെയിൽസ് കോർഡിനേറ്റർ, ഇൻഷുറൻസ് മാനേജർ, ഫൈനാൻഷ്യൽ അഡ്വർടൈസർ തസ്തികകളിലേക്ക് തെരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഫെബ്രുവരി 4-5 തീയതികളിൽ രാവിലെ 10 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ നടക്കുമെന്ന് എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കോട്ടയം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും കുടുംബശ്രീ CDSകളിൽ ബാങ്ക് മിത്രയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള കാലാവധി ഫെബ്രുവരി 5-ന് വൈകുന്നേരം 5 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. ജലസമ്പാദ്യം ശുദ്ധജല സമൃദ്ധിക്കായി പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ജലസുരക്ഷാ സന്ദേശ ഗൃഹസന്ദർശന പരിപാടി എടത്വായിൽ നടന്നു. തലവടി ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടി പ്രസിഡന്റ് സുഷമ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ത്തിനായും ഈ ഒരു പ്രോഗ്രാം ഇന്ന് വളരെ ഭംഗിയായി നടത്തുന്നതിനും വേണ്ടി ഇന്ന് അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ചെറിയ കഴിവിൽ നിന്നുകൊണ്ട് 50 പേരെയെങ്കിലും പങ്കെടുപ്പിച്ച് ഇവിടെ ഈ ഒരു യോഗം നടത്തുവാനായിട്ട് ദിവസങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അതോടൊപ്പം തന്നെ എന്നെയും ഒക്കെ വന്ന് കണ്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ പറയുകയുണ്ടായി. അതിൻ്റെ അനുസരിച്ച് ഇവിടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ പ്രോഗ്രാം വിജയിക്കാനായിട്ടുള്ള ഒരു കാരണവും പ്രിയമുള്ളവരാണ്. ജോയ് ജെ വയലോപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വൃന്ദ ഈശ്വരപിള്ള, മിനി ബിജു, ബോബൻ, ഗിരിജാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. കിടങ്ങറ ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തിന് സമാപനം കുറിച്ച് ഞായറാഴ്ച അവഭൃതസ്നാന ഘോഷയാത്ര നടന്നു. ജനുവരി 26-ന് ചക്കുളത്തുകാവ് മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നടത്തിയതോടെയാണ് സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ചത്. ഞായറാഴ്ച രാവിലെ ഭാഗവത പാരായണ സമർപ്പണവും സ്വർഗാരോഹണവും നടന്നു. തുടർന്ന് യജ്ഞാചാര്യൻ ഭാഗവതരത്നം മണികണ്ഠൻ പള്ളിക്കലിന്റെയും യജ്ഞഹോതാവ് ഹരികൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കിടങ്ങറ കൊച്ചമ്പലത്തിന് സമീപമുള്ള ആറാട്ടുകടവിൽ അപവൃത സ്നാനവും തുടർന്ന് ഘോഷയാത്രയും നടന്നു. ചടങ്ങുകൾക്ക് ഭാഗവത സപ്താഹയജ്ഞ കമ്മിറ്റി പ്രസിഡന്റ് KN പൊന്നപ്പൻ, മുരളീധരൻ പിള്ള, വിനോദ് പുളിവേലിൽ, വേണുഗോപാലൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നങ്കേരി 372-ാം നമ്പർ SNDP ശാഖായോഗം വക ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച ശ്രീനാരായണ കൺവെൻഷൻ നടന്നു. ശാഖായോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കുട്ടനാട് SNDP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ പുനർവിചിന്തനം ചെയ്യണം. നമ്മൾ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വരണം. നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിൽ വോട്ട് വിനിയോഗിക്കാൻ ബാക്കിയുള്ളവർ നടത്തുന്ന ശ്രമങ്ങളെ പോലെ നമ്മളും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടുള്ള മുന്നേറ്റത്തിന്റെ പാതയിലേക്ക് വരണം. ഗുരുവിന്റെ പ്രവർത്തനങ്ങളിലൂടെ പൊതുസ്ഥലങ്ങളിൽ നിന്നും പൊതുവഴിയിൽ നിന്നും വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നും അതേപോലെ സർക്കാർ ആഫീസുകളിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ജാതി മാറിയെന്നുണ്ടെങ്കിലും
മനുഷ്യന്റെ മനസ്സിലും രക്തത്തിലും ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടി കഴിയുകയും ഏറ്റവും കൂടുതൽ സെക്രട്ടേറിയറ്റിലും അതേപോലെ ഭരണരംഗത്തും SNDP യോഗം ഇൻസ്പെക്ടറിംഗ് ഓഫീസർ സന്തോഷ് ശാന്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് വിജയാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി. TV ബിജു, PK പ്രഭാസ്, AK സലീം, KB മോഹനൻ, B റജി തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ നടന്ന ശാഖായോഗം പ്രസിഡന്റ് AK സലീം പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കൺവെൻഷന് ശേഷം പ്രസാദ വിതരണം നടന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന ഡോക്ടർ പൽപു അനുസ്മരണ സമ്മേളനം യൂണിയൻ സെക്രട്ടറി MT പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം CP സൈജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VM ശശി, R രാജേന്ദ്രൻ, അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ഞനിക്കര പെരുന്നാളിനോടനുബന്ധിച്ച് മഞ്ഞനിക്കര ദയറായുടെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം ഫെബ്രുവരി 2 മുതൽ 8 വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായി. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് പ്രമാണിച്ച് ഫെബ്രുവരി 2 മുതൽ 9 വരെ ചെറുകോൽപ്പുഴ പരിഷത്ത് നഗറിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശം ഉത്സവ മേഖലയായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. ചരമവാർത്തകൾ. ചമ്പക്കുളം അമിച്ചകരി തേനത്ത് വിജയൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മണലാടി കാപ്പിൽ പുതുശ്ശേരി വീട്ടിൽ കുഞ്ഞമ്മ ജോസഫ് 83 വയസ്സ് നിര്യാതയായി. സംസ്കാരം നടത്തി. എടത്വ ഇക്കര വീട്ടിൽ ഏലിക്കുട്ടി ആന്റണി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 3-ന് എടത്വ സെന്റ് ജോർജ് ഫെറോന ദേവാലയ കുടുംബക്കല്ലറയിൽ. തലവടി ആനപ്രമ്പാൽ ആഞ്ഞിലമൂട്ടിൽ AO ചാക്കോ നിര്യാതനായി. സംസ്കാരം തിങ്കളാഴ്ച 4-ന് ആനപ്രമ്പാൽ സെന്റ് മേരീസ് മാർത്തോമ ക്നാനായ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഭരിക്കാമെന്നത് BJPയുടെ അതിമോഹമാണെന്ന് പിണറായി വിജയൻ. ഞാനും പ്രതിരോധ മന്ത്രി AK ആന്റണിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പ്രവാസികാര്യമന്ത്രി വയലാർ രവി. അപ്പ് ആൻഡ് ഡൗൺ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന പാലം കുട്ടനാട്ടുകാർക്ക് കൗതുകമാകുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.